സാംസങ്ങിൻ്റെ പുതിയൊരു ഫോൺ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സാംസങ് ഗാലക്സി A20S. സാംസങ് ഗാലക്സി A20 എന്ന ഫോണിൻ്റെ സക്സസറായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് ഗാലക്സി A20Sൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സാംസങ് ഗാലക്സി A20S വരുന്നത് 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. LCD TFT പാനലുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ സാംസങ് ഗാലക്സി A20 എന്നുള്ള ഫോണിൽ നമുക്ക് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ലഭിച്ചിരുന്നു. ശരിക്കും സാംസങ് ഗാലക്സി A20 എന്നുള്ള ഫോണിൻ്റെ സക്സസറായിട്ടാണ് A20S വരുന്നത്. പക്ഷേ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ശരിക്കും ഒരു ഡൗൺ ഗ്രേഡ് ആണ് നടന്നിരിക്കുന്നത്. സാംസങ് ഗാലക്സി A20 എന്നുള്ള ഫോണിൽ ലഭിച്ചിരുന്ന ആ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് A20Sൽ ലഭിക്കില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ നമുക്ക് HD+ റെസൊല്യൂഷൻ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും നമുക്ക് ഫുൾ HD+ റെസൊല്യൂഷൻ ലഭിക്കാറുണ്ട്. പിന്നെ 19.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്കൊരു നോച്ച് ലഭിക്കുന്നുണ്ട്. ഇൻഫിനിറ്റി V ഡിസൈനിൽ വരുന്ന ഒരു നോച്ചാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. പിന്നെ ഫോണിൻ്റെ ബാക്ക് കവറിനെ പറ്റി പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. എന്നാലും ഒരു ഗ്ലോസി മിറർ ലൈക്ക് ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 450 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 12,000-14,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര നല്ല പ്രോസസ്സറൊന്നുമല്ല. അതുമാത്രമല്ല, സ്നാപ്ഡ്രാഗൺ 450 എന്നുള്ളത് ഇപ്പോൾ കുറച്ച് പഴയ പ്രോസസ്സറായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ നമുക്ക് 3 GB റാമാണ് ലഭിക്കുന്നത്. 4 GB റാമുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും കൂടി വരുന്നുണ്ട്. 3 GB റാമിൻ്റെ കൂടെ നമുക്ക് 32 GB ഇൻറ്റേർണലും 4 GB റാമിൻ്റെ കൂടെ നമുക്ക് 64 GB ഇൻറ്റേർണലുമാണ് ലഭിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന സാംസങ്ങിൻ്റെ തന്നെ സാംസങ് ഗാലക്സി M30S എന്നുള്ള ഫോൺ നമുക്ക് ലഭിക്കുന്നുണ്ട്. സാംസങ് ഗാലക്സി M30Sൻ്റെ 4 GB റാം വെർഷൻ്റെ വിലയും ഈ ഒരു ഫോണിൻ്റെ 4 GB റാം വെർഷൻ്റെ വിലയും വരുന്നത് 14,000 രൂപ തന്നെയാണ്. പിന്നെ ഇനി മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ Android 9 ബേസ് ചെയ്തിട്ടുള്ള 1 UI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. സാംസങ് ഗാലക്സി A20 എന്നുള്ള ഫോണിൽ നമുക്കൊരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പായിരുന്നു ലഭിച്ചിരുന്നത്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ഒരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. 13 മെഗാ പിക്സലിലെ f1.8 അപ്പേഴ്സിൽ വരുന്ന ഒരു മെയിൻ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 8 മെഗാ പിക്സലിലെ f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. പിന്നെ 5 മെഗാ പിക്സലിലെ f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 8 മെഗാ പിക്സലിലെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ നമുക്ക് 4000 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. പിന്നെ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type C ചാർജിംഗ് പോർട്ടാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ 3 GB റാം 32 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 11,999 രൂപയും 4 GB റാം 64 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 13,999 രൂപയുമാണ്. ഈ ഫോൺ പുറത്ത് ഷോപ്പുകളിൽ നിന്നും അതുപോലെ തന്നെ ഓൺലൈൻ സ്റ്റോറുകൾ വഴി നമുക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ സാംസങ് ഗാലക്സി A20Sനെ പറ്റിയിട്ട് നമ്മൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് ഗാലക്സി A20 എന്നുള്ള ഫോണുമായിട്ട് വെച്ച് നോക്കുമ്പോൾ വലിയൊരു അപ്ഗ്രേഡ് എന്ന് പറയാൻ പറ്റില്ല. ക്യാമറയുടെ കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു മാറ്റം വന്നിട്ടുള്ളത്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒരു ഡൗൺ ഗ്രേഡും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫോണുകൾ ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സാംസങ്ങിൻ്റെ തന്നെ M30S എന്നുള്ള ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു ഫോണിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ, പ്രോസസ്സർ, ക്യാമറ, ബാറ്ററി എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ 2 ഫോണുകളുടെയും 4 GB റാം വെർഷൻ്റെ വില വരുന്നത് 14,000 രൂപ തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നം വരുന്നത് സാംസങ് ഗാലക്സി M30S വരുന്നത് ഓൺലൈൻ പ്രോഡക്റ്റ് ആണ്. ഇനി നിങ്ങൾക്ക് ഓൺലൈൻ പ്രോഡക്റ്റ് എടുത്തിട്ട് പരിചയമില്ലാന്നുണ്ടെങ്കിൽ പരിചയമുള്ള ഒരാളെ കൊണ്ട് എടുപ്പിക്കുക. കാരണം ഈ 2 ഫോണുകളും തമ്മിൽ വലിയ വ്യത്യാസം വരുന്നുണ്ട്.